ബാക്ക് ടു അവർ ക്ലാസ്. മോഡേൺ ഇന്ത്യയിലെ ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഭാഗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൈസ്രോയിമാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സ്ഥിരമായി കാണുന്ന ചോദ്യങ്ങളാണ് ഓരോ വൈസ്രോയും അവരുടെ കാലത്ത് നടന്നിട്ടുള്ള പ്രധാന ഇൻസിഡൻസ് സംഭവങ്ങളും. അപ്പോൾ നമുക്ക് 1858 ശേഷം ഇന്ത്യയിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വൈസ്രോയിമാരും അവരുടെ കാലത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും നമുക്ക് നോക്കാം. ലോർഡ് കാനിങ് അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ വൈസ്രോയിമാർക്ക് മുമ്പായിട്ടുണ്ടായിരുന്നത് ഗവർണർ ജനറൽമാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു ലോർഡ് കാനിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും ലോർഡ് കാനിങ് ആണ്. 1856 മുതൽ 1862 വരെയായിരുന്നു ലോർഡ് കാനിങ്ങിൻ്റെ സമയം. 1857 ശേഷം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയിലെ ഭരണം ഏറ്റെടുത്തത് 1858 വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് മാറിയ ആളാണ് ലോർഡ് കാനിങ്. ഇന്ത്യയിലെ ഒരു ഗുഡ് അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് ഉപകാരമുള്ള രീതിയിൽ ഭരണം നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാജ്ഞി നേരിട്ട് ഇന്ത്യ ഭരിക്കൽ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. രാജ്ഞി നേരിട്ട് അധികാരം ഏറ്റെടുത്തത് 1858 പ്രൊക്ലമേഷൻ വിളംബര പ്രകാരമായിരുന്നു. അതുപോലെ തന്നെ 1857 മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദെൻ 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. നമുക്കറിയാം ദത്തവകാശം വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ളതായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്നുള്ളത്. അത് 1857 വിപ്ലവത്തിന് വഴിവെച്ച ഒരു നിയമമായിരുന്നു. അത് പിൻവലിച്ചു 1858. ഇൻഡിഗോ കലാപ സമയത്ത് വൈസ്രോയി ആയിരുന്നു. ഇന്ത്യയിൽ ഇൻഡിഗോ കൃഷി ചെയ്യുന്ന കർഷകർ അവർ അത് ലംഘിച്ച്, അല്ലെങ്കിൽ ഇൻഡിഗോ ഫാമേഴ്സ് അതിനി കൃഷി ചെയ്യാൻ സാധ്യമാകില്ല എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തത് ലോർഡ് കാനിങ്ങിൻ്റെ സമയത്തായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ഹൈക്കോടതി നിയമം, ഇന്ത്യൻ കൗൺസിൽ നിയമം എന്നിവ പാസ്സാക്കപ്പെട്ടു. 1860 ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത്, IPC വരുന്നത്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം, ഇന്ത്യൻ ഹൈക്കോർട്ട് ലോസ് 1858. ദെൻ ഇന്ത്യൻ കൗൺസിൽ നിയമം എന്നിവ പാസ്സാക്കിയത് ലോർഡ് കാനിങ്ങിൻ്റെ സമയത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിൻ്റെ കാലത്ത്. സ്ഥിരമായി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ലോർഡ് കാനിങ്ങിൻ്റെ സമയത്താണ്. ദെൻ അടുത്തത് ലോർഡ് എൽജിൻ ഒന്നാമൻ എന്നറിയപ്പെടുന്നു. 1862 മുതൽ 63 വരെ. 1862 നടന്നിട്ടുള്ള വഹാബി ലഹള അടിച്ചമർത്തിയത് ലോർഡ് എൽജിൻ്റെ സമയത്തായിരുന്നു. ദെൻ സർ ജോൺ ലോറൻസ് 1864 മുതൽ 69 വരെ. കൽക്കട്ട, മദ്രാസ്, ബോംബെ ഈ പ്രസിഡൻസിയിലെ ഹൈക്കോടതികൾ 1865 ഈ 3 പ്രസിഡൻസിയിലും ഹൈക്കോടതികൾ നിലവിൽ വന്നു. അതുപോലെ തന്നെ വനം വകുപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ദെൻ ലോർഡ് മായോ 1869 മുതൽ 1872 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് ലോർഡ് മായോ പ്രഭു. സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കി, എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കി. അതുപോലെ തന്നെ ആദ്യമായി ഒരു ജനസംഖ്യാ കണക്കെടുപ്പ്, സെൻസസ് നടത്തിയത് 1871 ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തത്, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തത് ലോർഡ് മായോയുടെ കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. 1872 പോർട്ട് ബ്ലെയറിൽ വെച്ച് ഷോർ അലി എന്ന തടവുകാരനാൽ വധിക്കപ്പെട്ടു. അപ്പോൾ കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ്
ലോർഡ് മായോ എന്നുള്ളത്. 1872 പോർട്ട് ബ്ലെയറിൽ വെച്ച് ഷേർ അലി എന്നുള്ള തടവുകാരനെ വധിക്കപ്പെട്ട ആളാണ് ലോർഡ് മായോ. ദെൻ പ്രിസണിലെ റിഫോർമേഷനൊക്കെ കൊണ്ടുവരാൻ, ജയിൽ പരിഷ്കരണം കൊണ്ടുവരാൻ ശ്രദ്ധ കാണിച്ച അല്ലെങ്കിൽ താല്പര്യം കാണിച്ച ആളാണ് ലോർഡ് മായോ. ദെൻ ലോർഡ് മായോയ്ക്ക് ശേഷം വൈസ്രോയി ആയിട്ട് വന്നത് ലോർഡ് നോർത്ത് ബ്രൂക്കാണ്. 1872 മുതൽ 76 വരെ. 1875 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് നോർത്ത് ബ്രൂക്ക്. അദ്ദേഹം ഇന്ത്യയിലെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഫ്രീഡം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ആളാണ് ലോർഡ് നോർത്ത് ബ്രൂക്ക്. ലോർഡ് ലിട്ടൺ 1876 മുതൽ 80 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 19 വയസ്സാക്കി. ഓക്കെ, അതായത് ഇന്ത്യക്കാരൊന്നും സിവിൽ സർവീസിലേക്ക് വരരുത് എന്നതുകൊണ്ട് തന്നെയാണ് 19 വയസ്സാക്കി ചുരുക്കിയത്. 21 വയസ്സായിരുന്നു അതിനു മുമ്പ്. ലോർഡ് ലിട്ടനാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി വരുമ്പോഴേക്കും അവരുടെ പ്രായപരിധി ഇതിനപ്പുറം ആകും എന്നതുകൊണ്ട് തന്നെയാണ് സിവിൽ സർവീസ് ചെയ്താനുള്ള പ്രായപരിധി 19 വയസ്സാക്കി ഇയാൾ മാറ്റിയത്. ഡൽഹി ദർബാറിന് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക പത്രഭാഷ നിയമം 1878, അതുപോലെ തന്നെ ആംസ് ആക്ട് എന്നിവ 1878 പാസ്സാക്കിയിട്ടുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ടിൽ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രാദേശിക പത്രങ്ങളെല്ലാം രാജ്യവിരുദ്ധമായിട്ടുള്ള ചെയ്തി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രാദേശിക വാർത്ത അല്ലെങ്കിൽ മാസികകളെല്ലാം നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വെർണാക്കുലർ പ്രസ് ആക്ട് 1878. ദെൻ ലോർഡ് റിപ്പൺ, വൈസ്രോയിമാരിൽ ജനപ്രിയനായിട്ടുള്ള ഒരു വൈസ്രോയിയാണ് ലോർഡ് റിപ്പൺ. 1880 മുതൽ 84 വരെ ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ട് നിന്നിരുന്ന ആളായിരുന്നു ലോർഡ് റിപ്പൺ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്നത് ലോർഡ് റിപ്പണാണ്. ഫാക്ടറി നിയമങ്ങൾ നടപ്പിലാക്കി 1851. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷൻ 1852 രൂപീകരിച്ചു. 1881 ആദ്യത്തെ ക്രമാകൃതമായിട്ടുള്ള, അത് ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സെൻസസ് 1881 കൊണ്ടുവന്നു. സിവിൽ സർവീസ് പ്രായപരിധി അത് ഉയർത്തുക ചെയ്തിട്ടുണ്ട്. അത് ധാരാളം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു നിയമമായതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 നിന്ന് 21 ആക്കി. 1882 വെർണാക്കുലർ പ്രസ് ആക്ട് നിയമം പിൻവലിച്ചു. അതുപോലെ തന്നെ ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കി. അതുപോലെ തന്നെ വൈസ്രോയി സ്ഥാനം രാജിവെച്ച ആളാണ് ലോർഡ് റിപ്പൺ. ഇൽബർട്ട് ബില്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിചാരണ ചെയ്യാൻ, അതായത് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിലുള്ള നിയമമായിരുന്നു അത്. ഓക്കെ, അത് പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1884 മുതൽ 88 വരെ ലോർഡ് ഡഫ്രിൻ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി പദവിയിലിരിക്കുന്ന ആളായിരുന്നു ലോർഡ് ഡഫ്രിൻ. കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പ് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച ആളാണ്. സാധാരണ ചോദ്യം വരുന്നതാണ്, ആരാണ് കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പ് മൈനോറിറ്റി എന്ന് വിളിച്ചത്? ലോർഡ് ഡഫ്രിനാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലത്ത്. ദക്ഷിണ ബർമയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ദേശീയ വികാരങ്ങളോട്, അതായത് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനോട് ഒരു സഹാനുഭൂതി വെച്ച് പുലർത്തിയിരുന്നു ഇദ്ദേഹം. ദെൻ ലോർഡ് ലാൻസ്ഡൗൺ. ഓക്കെ, ലാൻസ്ഡൗൺ എഴുതിയിൽ ഒരു ലാൻസ്ഡൗൺ ആണ്. ലാൻസ്ഡൗൺ. ഓക്കെ, ലാൻസ്ഡൗൺ രണ്ടാം ഫാക്ടറി നിയമം 1891 പാസ്സാക്കുന്നു.
ഇന്ത്യൻ അഫ്ഗാൻ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഡ്യൂറൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ലോർഡ് എൽജിൻ രണ്ടാമൻ 1894 മുതൽ 99 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ക്ഷാമം എന്നിവ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്യേണ്ടി വന്ന ഒരാളായിരുന്നു ലോർഡ് എൽജിൻ. വടക്കേ ഇന്ത്യയിൽ ഗിരിവർഗക്കാരുടെ ലഹളകൾ ഇദ്ദേഹത്തിൻ്റെ സമയത്ത് അടിച്ചമർത്തേണ്ടി വന്നു. ഒരു സേനാനായകന് കീഴിൽ ഇന്ത്യൻ സേനത്തെ പുനഃസംഘടിപ്പിച്ചത് ലോർഡ് എൽജിൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ലോർഡ് കേഴ്സൺ 1899 മുതൽ 1905 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. വളരെ വിവാദം നിറഞ്ഞ പല നിയമ നടപടികളും സ്വീകരിച്ച ആളാണ് കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കി. വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം 1905 ബംഗാൾ വിഭജനം വഴി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സംഘത്തിലെ ഔറംഗസീബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വൈസ്രോയി ആയിരുന്നു ലോർഡ് കേഴ്സൺ. UGC യൂണിവേഴ്സിറ്റി കമ്മീഷനെ 1904 നിയമിച്ചു. പോലീസ് കമ്മീഷനെ നിയമിച്ചു. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കി. അതുപോലെ തന്നെ പുരാവസ്തു സംരക്ഷണ നിയമം 1904 എന്നിവ പാസാക്കിയത് ഇദ്ദേഹത്തിന്. എൻ്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണെങ്കിൽ ഇവ കൊണ്ട് തന്നെ ഞാൻ രാജ്യത്തെ ഭരിക്കുമെന്ന് വെല്ലുവിളിച്ച ഒരു വൈസ്രോയിയാണ് ലോർഡ് കേഴ്സൺ ആയിട്ടുള്ളത്. 1905 വരെയാണ് ഇന്ത്യയിൽ വൈസ്രോയി ആയത്. ലോർഡ് മിൻറ്റോ സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത്, അതായത് ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉടലെടുത്ത സ്വദേശി പ്രസ്ഥാനം അത് രൂപം കൊള്ളുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് മിൻറ്റോ. മുസ്ലിം ലീഗ് സ്ഥാപിതമായ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ലോർഡ് മിൻറ്റോ. 1999 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ എന്ന പേരിലാണ്. 1909 മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ റിഫോംസ് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ലോർഡ് ഹാർഡിംഗ് രണ്ടാമൻ 1910 മുതൽ 16 വരെ. കേഴ്സൺ കൊണ്ടുവന്നിട്ടുള്ള ബംഗാൾ വിഭജനം 1919 റദ്ദാക്കിയ വൈസ്രോയിയാണ് ലോർഡ് ഹാർഡിംഗ് രണ്ടാമൻ. ഇന്ത്യയുടെ തലസ്ഥാനം 1912 കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് വീണ്ടും മാറ്റിയ ആളാണ് ലോർഡ് ഹാർഡിംഗ് രണ്ടാമൻ. ഇന്ത്യൻ ഡിഫൻസ് ആക്ട് 1915 പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ലോർഡ് ഹാർഡിംഗ് ആണ്. ദെൻ ലോർഡ് ചെംസ്ഫോർഡ് 1916 മുതൽ 21 വരെ. ഖിലാഫത്ത് പ്രസ്ഥാനം, ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം, ജാലിയൻവാലാബാഗ് മസാക്കർ 1919 ജാലിയൻവാലാബാഗ് മസാക്കർ, കൂട്ടക്കൊല എന്നിവ നടന്ന സമയത്തുള്ള വൈസ്രോയി ആയിരുന്നു ലോർഡ് ചെംസ്ഫോർഡ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, മൊണ്ടേഗൻ ചെംസ്ഫോർഡ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല 1916 സ്ഥാപിതമാകുമ്പോൾ ഭരണത്തിലിരുന്ന ആളാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിഫോംസ്, ഭരണപരിഷ്കാരം ഒക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത വൈസ്രോയിയാണ് ലോർഡ് റീഡിംഗ് 1921 മുതൽ 26 വരെ. 1922 ചൗരി ചൗര സംഭവം ഇൻസിഡൻറ്റ് നടക്കുമ്പോഴുള്ള വൈസ്രോയി. ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് 1922 പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 22ഓളം പോലീസുകാരെ കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ചൗരി ചൗര സംഭവം 1922 നടന്നിട്ടുള്ളത്. അതോടുകൂടിയാണ് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്.
കലാകാരി ഗൂഢാലോചന 1925 നടന്ന സമയത്ത്, അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയും ഇദ്ദേഹമാണ്. 1921 വെയിൽസ് രാജകുമാരൻ, ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അന്നത്തെ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചു. അതുപോലെ തന്നെ പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും രണ്ടാക്കിയത്, റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ഈ അടുത്ത് വരെ 2 ബഡ്ജറ്റായിരുന്നു. മോദി ഗവൺമെൻറ്റിന് ശേഷമാണ് റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ഒന്നായിട്ട് തന്നെ അവതരിപ്പിക്കൽ തുടങ്ങിയത്. ലോർഡ് ഇർവിൻ 1929 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വിവാഹപ്രായം, ആൺകുട്ടികളുടെ വിവാഹപ്രായം 18ഉം പെൺകുട്ടികളുടേത് 14 ആക്കി ഉയർത്തിയത്. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി, ഗാന്ധി ഇർവിൻ പാക്ട് പ്രകാരം ഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പോവുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ ലോർഡ് വില്ലിംഗ്ടൺ 1931 മുതൽ 36 വരെ. 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തുള്ള വൈസ്രോയിയാണ് ലോർഡ് വില്ലിംഗ്ടൺ. 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നു. റാംസെ മാക്ഡൊണാൾഡ് 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മാക്ഡൊണാൾഡ് 1932 കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യക്കാരെ വീണ്ടും വിഭജിച്ച് ഭരിക്കുന്ന തരത്തിലുള്ള നിയമം പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആയിരുന്നു. ഗാന്ധിയും ഇദ്ദേഹത്തിൻ്റെ വൈസ്രോയി കാലഘട്ടത്തിലാണ് ഗാന്ധി അംബേദ്കർ തമ്മിലും പൂനെ കരാറ് ഒപ്പുവെച്ചത്. ലോർഡ് ലിലിംഗ്ടൺ 1936 മുതൽ 43 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്തെ വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു. 1940 ആഗസ്റ്റ് ഓഫർ, ഇന്ത്യക്ക് ഒരു സെൽഫ് ഗവൺമെൻറ് നൽകാമെന്നുള്ള ഒരു ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ഇദ്ദേഹം. ദെൻ ലോർഡ് വേവൽ 1943 മുതൽ 47 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് വേവൽ. സിംല കോൺഫറൻസ് 1945 ലോർഡ് വേവൽ മുന്നോട്ട് വെച്ചു. ഇതിനെ വേവൽ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1947 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. 1946 നാവിക കലാപം, ഇന്ത്യൻ നേവിയിൽ കലാപം നടക്കുന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. ഒരു ഇൻ്ററിം ഗവൺമെൻറ് 1946 ഇന്ത്യക്കാരടങ്ങിയ ഇൻ്ററിം ഗവൺമെൻറ് സ്ഥാപിക്കുന്ന സമയത്തും അദ്ദേഹമായിരുന്നു വൈസ്രോയി. ലോർഡ് മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് ലോർഡ് മൗണ്ട് ബാറ്റൻ. 1947 മുതൽ 48 വരെ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യ പാക് വിഭജനം നടപ്പിലാക്കിയത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പാകിസ്ഥാൻ 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യവും 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നൊക്കെ പറയും. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൻ. ദെൻ ലാസ്റ്റ് ഇന്ത്യക്കാരനായിട്ടുള്ള സി രാജഗോപാലാചാരി, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ലോർഡ് മൗണ്ട് ബാറ്റന് ശേഷം ആ പദവി ഏറ്റെടുത്ത ആളാണ്. ഈ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി. മോഡേൺ ഇന്ത്യയിലെ ഇന്ത്യൻ വൈസ്രോയിമാരെക്കുറിച്ചും അന്ന് നടന്നിട്ടുള്ള പ്രധാന ഇൻസിഡൻ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. വിവിധ മത്സര പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.